നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പോസ്റ്റിൽ നിലവിൽ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഞാൻ ജോലി രാജിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കിട്ടിയ ജോലി രാജിവെക്കാനായിട്ട് എളുപ്പമാണ്, നമുക്ക് ഈ ജോലി കിട്ടാനാണ് പ്രയാസം എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ആ ജോലിയിൽ തന്നെ വളരെ വളരെ വർഷക്കാലം 10 വർഷക്കാലം ഞാൻ വീണ്ടും ആ ജോലിയിൽ തന്നെ തുടർന്നു. അപ്പോൾ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ ഒരിക്കലും സാധിക്കില്ല, ഇതിനൊരു ട്രാൻസ്ഫർ ഇല്ല, അപ്പോൾ ഒരിക്കലും സാധിക്കില്ല. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി ഒരു ട്രാൻസ്ഫർ വേണം, അല്ലാതെ എനിക്ക് ഒരിക്കലും ഇതിന് തുടരാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്കത് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഒരു ഓർഡർ വന്നു. അത് സ്ഥലമാറ്റത്തിന് വേണ്ടിയിട്ട് ഓർഡർ വന്നു. അപ്പോൾ ഞാൻ വെച്ചിരുന്നത് അനുയോജ്യമായ ഒരു സ്ഥലം എന്നായിരുന്നു. മാതാവിന്റെ അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക്, അനുയോജ്യം എന്ന് പറയുന്നത് എൻ്റെ ഓഫീസ് തുറന്നാൽ ആദ്യം കാണുന്നത് ഞാൻ മാതാവിനെയാണ്. മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചത്. മൂന്നാമതായിട്ട് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ്. മകൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. അവന്റെ SLC സർട്ടിഫിക്കറ്റ് +2 തീരാറായ സമയത്ത് അവൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഒരു പേന ലീക്കടിച്ച് സർട്ടിഫിക്കറ്റിൽ മഷി പുരണ്ടു, സർട്ടിഫിക്കറ്റ് ഡാമേജ് ആയി. ആ സമയത്ത് ഒരു ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു ഇത് കണ്ടത്. ആ ഞായറാഴ്ച ഞാൻ മാതാവിന്റെ തിരി കത്തിച്ച് വെച്ച് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ മോന്റെ ഭാവി വെള്ളത്തിലായല്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് ഉച്ച വരെ പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു മാതാവിന്റെ കൃപ പോലെ ഞാൻ ആ ദിവസം മുഴുവൻ അങ്ങനെ മോനും ആകെ ഡിപ്രഷനിലായിപ്പോയി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു. മാതാവ് ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആരെ കാണും എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പോൾ മാതാവ് എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഞാൻ ഓൾറെഡി എനിക്കൊരു ജോലി ഉണ്ടായതുകൊണ്ട് ഈ SLC ബുക്കിന്റെ ആവശ്യമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് എന്റെ പഴയ സർട്ടിഫിക്കറ്റിൽ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു, എന്റെ സർട്ടിഫിക്കറ്റ് ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അത് ശരിയാക്കാം എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് ഏജന്റിനെ കണ്ട് ഞങ്ങൾ ബോർഡിലേക്ക് അയച്ചു. ബോർഡിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സർട്ടിഫിക്കറ്റിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു തുടർ വിദ്യാഭ്യാസത്തിനും എന്റെ മോന്റെ ഒരു തുടർ വിദ്യാഭ്യാസത്തിനും ഇത് തടസ്സമാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് രണ്ടിലും കാശുരൂപവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. സമയത്തിന്റെ മേൽ അധികാരമുള്ള അമ്മ ഒട്ടും താമസം കൂടാതെ മോന്റെ സർട്ടിഫിക്കറ്റ് ആദ്യം തിരികെ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം അവൻ +2 കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിന്റെ അഡ്മിഷന്റെ അലോട്ട്മെന്റ് വന്നതിന്റെ തലേ ദിവസം സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരുമിച്ചുണ്ടാകും എന്ന് കരുതി ഞാൻ സർട്ടിഫിക്കറ്റ് ഫയലിൽ നോക്കിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും ആവശ്യമായ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, വീണ്ടും മാതാവേ എന്ന് വിളിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇനി അഡ്മിഷൻ എങ്ങനെ പോയ സമയത്ത് എങ്ങനെ മിസ്സായതാണെന്നാണ് ഞാൻ കരുതിയത്. വീണ്ടും തീവ്രമായി മാതാവിനോട് പ്രാർത്ഥിച്ചു. വീട്ടിലെ എല്ലാ ഫയലുകളും നോക്കി, അവിടെ ഒന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഉണ്ടാവും, ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചതുകൊണ്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കി, അപ്പോൾ അവിടെയും കണ്ടില്ല. അപ്പോൾ ഞാൻ മാതാവിന്റെ കാശ് രൂപം കൊടുത്തിട്ട് മോനോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവനാകെ നിരാശനായിട്ടിരുന്നുകൊണ്ട് ഈ കാശ് രൂപം 5 മിനിറ്റ് അവന്റെ കയ്യിലിരുന്നപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഇനി നോക്കണ്ട, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പനിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണതയായിരുന്നു. പക്ഷേ ആ ക്ഷീണത്തിൽ ആ കാശ് രൂപം പിടിച്ച് ഞാൻ എൻ്റെ മോൻ ഇനി കാരണം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയും നാൾ നോക്കിയിരുന്നിട്ട് പിന്നീട് അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ആകെ വിഷമിച്ച് ഞാൻ പ്രിൻസിപ്പാളെ വിളിച്ചു. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം തോറ്റ കുട്ടികളുടേതാണെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ, പാസ്സായവരുടെയൊക്കെ ഞങ്ങൾ കൊടുത്തുവിടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാളെ വന്ന് നോക്ക് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ട് ടീച്ചറുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നു. സ്റ്റാഫിനോട് പ്രിൻസിപ്പാൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഉണ്ടാകാൻ സാധ്യതയില്ല, ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു.